പ്രിയ, ഈ രഞ്ജിത്തിൻ്റെ വാർത്ത അന്ന് 4 മാസം മുമ്പ് പുറത്തു വന്നിരുന്ന ആ വാർത്ത വലിയ വേദനയോടുകൂടിയാണ് ഞങ്ങളൊക്കെ കേട്ടത്. അതിനുശേഷമുള്ള പ്രിയയുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ പ്രതികരണം നമ്മുടെ മനസ്സിലുണ്ട്. ഇനി ഒരാൾക്കും ഇത്തരത്തിലുള്ളൊരു ഗതി വരരുത് എന്നുള്ളതായിരുന്നു നിങ്ങളുടെ പ്രതികരണം. പക്ഷേ അതുപോലെയല്ല, അതാ വീണ്ടും ഒരു ജീവൻ കൂടി നഷ്ടമാവുന്നു, അതും ഒരു ചെറുപ്പക്കാരൻ. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആശ്രയമായിരുന്നു ഒരു 5 വയസ്സുകാരിയുടെ പിതാവ്. രഞ്ജിത്തിന് ശേഷവും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നതിൽ എന്താണ് പ്രതികരിക്കാനുള്ളത് പ്രിയ ടി വി? ഇപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട MK ഹരിദാസൻ സാറ് പറഞ്ഞു, പാലാരിവട്ടത്തൊരു കേസിൽ ഹൈക്കോടതി കരഞ്ഞു. ഈ കരയുന്ന ഹൈക്കോടതിയും കോടതി നിയമങ്ങളാണ് നമുക്കുള്ളെങ്കിൽ ഞാൻ അവരെ എങ്ങനെ അപ്രോച്ച് ചെയ്യുക? ഇരുന്ന് കരയാനേ ഇവർക്ക് കഴിയുള്ളൂ. ഈ കോടതി നിയമങ്ങളുള്ള സമയത്ത് ജില്ലാ ഭരണകൂടമോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട അധികൃതരോ ഇപ്പോഴും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവല്ലേ ഇത്? എനിക്ക് ഈ കോടതിയെ തന്നെയല്ല ഞാൻ സമീപിക്കേണ്ടത്. എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതിന് നഷ്ടപരിഹാരം, ഈ നഷ്ടപരിഹാരത്തിന് അപ്രോച്ച് ചെയ്യാൻ നിൽക്കാതെ അങ്ങനെ ഒരു നഷ്ടം വരുത്താതിരിക്കാൻ ആരും ശ്രമിക്കണില്ലല്ലോ. കോടതി കരയായിരുന്നു എന്ന് കേട്ടിട്ട് ഈ കോടതിയെ ഞാൻ എങ്ങനെ വിശ്വസിച്ച് ചെല്ലുക? ഇവരെനിക്ക് വേണ്ടി എന്ത് ചെയ്യും? കരയോ വീണ്ടും? ഈ നഷ്ടപരിഹാരത്തിന് വേണ്ടിയുള്ള ശ്രമം ഇപ്പോഴും അത് നിങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നഷ്ടപരിഹാരം കൊണ്ട് നികത്താവുന്നതുമല്ല നിങ്ങളുടെ നഷ്ടം, എങ്കിലും ഒരു ആശ്വാസധനം എന്നുള്ള നിലയിൽ അതിനുവേണ്ടി നിങ്ങളുടെ കുടുംബം ശ്രമം നടത്തുന്നുണ്ട്. അതിപ്പോൾ ഏത് ഘട്ടത്തിലാണ് പ്രിയ? നാഷണൽ ഹൈവേ അതോറിറ്റീൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഹായ സഹകരണവും ഞങ്ങൾക്കുണ്ടായിട്ടില്ല. അവരുടെ ഭാഗത്തുനിന്ന് ആരും എന്താന്ന് പോലും അന്വേഷിക്കാൻ വന്നിട്ടില്ല. പിന്നെ ഇപ്പം ഞാൻ കേസ് ഫയൽ ചെയ്യാൻ നമ്മൾ കേസ് ഫയൽ ചെയ്യണമല്ലോ, അതിനുവേണ്ടി മുന്നോട്ട് പോകുന്നുണ്ട്. ഈ NHA അധികൃതരെ ബന്ധപ്പെട്ടപ്പോൾ അവരുടെ പ്രതികരണവും സമീപനവും എന്തായിരുന്നു? NHA അധികൃതരെ ഇങ്ങോട്ടായിട്ട് അവരാരും ബന്ധപ്പെട്ടില്ല. ഞാൻ ഡയറക്റ്റ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യാന്നുള്ള തീരുമാനത്തിലാണ് നിന്നത്. അവരെ അപ്രോച്ച് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ ജില്ലാ ഭരണകൂടത്തിലും മന്ത്രിമാർക്കും എല്ലാം നിവേദനങ്ങൾ നൽകിയിരുന്നു. ശരി, നേരത്തെ ഈ നഷ്ടപരിഹാരം കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടി പ്രിയ മുന്നോട്ട് പോകുന്നതൊക്കെ അതൊക്കെ വാർത്തകളിൽ ഇടം പിടിക്കുകയും ഞങ്ങളുടെയൊക്കെ ശ്രദ്ധയിലേക്ക് അതുണ്ടായിരുന്നു. അത് ഒരു ഘട്ടത്തിൽ അതിലൊരു പ്രതീക്ഷ പ്രിയയ്ക്ക് നഷ്ടമാവുന്നതും പിന്നീട് ഇനി ഞാൻ നിയമ പോരാട്ടത്തിലേക്ക് കടക്കുകയാണെന്നൊക്കെ പ്രിയ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കോടതിയെ സമീപിക്കാനുള്ള നടപടികൾ ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടോ പ്രിയ? ഞാൻ കേസിന് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം ഇനി സിവിൽ കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്യണമെന്നാണ് വക്കീലിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ അഭിപ്രായം. അപ്പോൾ അതിനായിട്ട് ഇനിയൊരു 1-1.5 ആഴ്ചൻ്റെ ഉള്ളിൽ കേസ് ഫയൽ ചെയ്യും.